കാവ്യ ആദ്യമായി നായികയായി അഭിനയിച്ചത് ദിലീപിനൊപ്പമായിരുന്നു. 2016 നവംബർ 25-ന് കാവ്യയും ദിലീപും വിവാഹിതരാവുന്നത്. നീലേശ്വരംകാരിയുടെ കലർപ്പില്ലാത്ത സംസാരശൈലി, അതാണ് കാവ്യ മാധവന്റെ രീതി. നിൽക്കുന്ന അന്തരീക്ഷം, അവിടെ ആരുണ്ട് എന്നുള്ള ചിന്ത ഒന്നും കാവ്യയെ ബാധിക്കാറില്ല. ഒരു സാധാരണക്കാരി എന്ന രീതിയിൽ മാത്രമേ കാവ്യ മാധവൻ മൈക്കിന് മുമ്പിൽ നിന്നും പ്രസംഗിക്കാറുള്ളൂ. സിനിമയിൽ സജീവമായിരുന്നപ്പോഴും ഇപ്പോഴും അതേ പാറ്റേണാണ് കാവ്യ ഫോളോ ചെയ്യുന്നത്. ദിലീപിനൊപ്പം ഒരു വേദി പങ്കിടാനെത്തിയപ്പോഴാണ് കാവ്യ വേദിക്ക് മുമ്പിൽ ഒന്ന് സംസാരിച്ചത്. അതിനു മുമ്പ് ചെന്നൈയിൽ നടന്ന പൊതുപരിപാടിയിൽ ചീഫ് ഗസ്റ്റ് ആയിരുന്നു കാവ്യ മാധവൻ. സിനിമയിലുള്ളതിനേക്കാൾ ഇപ്പോൾ ആക്റ്റീവാണ് കാവ്യ. മുമ്പ് കോൺഫിഡൻസ് ഇല്ലായ്മ കാവ്യയെ ബാധിച്ചിരുന്നു. എങ്കിൽ ഇന്ന് 40-കാരിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാവ്യ മാധവന്റെ ഏറ്റവും പുത്തൻ വീഡിയോസാണ് അതിനൊക്കെയുള്ള മറുപടികൾ. ഇപ്പോഴിതാ പ്രേക്ഷകർ മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്യുന്നു. ഞാനും എൻ്റെ മോളും എന്ന കാവ്യയുടെ വാക്കാണ് തെല്ലൊരു വിഷമം കൂടി ആരാധകരിൽ ഉയർത്തിയത്. അവിടെ ഒരു ചെറിയ വേർതിരിവാണ് കാവ്യ കാട്ടിയത്. മീനാക്ഷിയെ അപ്പാടെ പരിഗണിക്കുന്നില്ല എന്ന സംസാരവും ഉണ്ടായി. എന്നാൽ തനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ചാണ് കാവ്യ സംസാരിച്ചത്. ഇവരുടെ കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ പേരുള്ളത് എൻ്റെയും മോളുടെയും ആയിരിക്കും. ഞങ്ങൾ രണ്ടും ആകും അവരുടെ വലിയ കസ്റ്റമേഴ്സ് എന്നും കാവ്യ പറഞ്ഞു. മാത്രമല്ല, കേരളത്തിൽ നിന്നും ചെന്നൈയിൽ സ്ഥിരം താമസമാക്കിയതിനെക്കുറിച്ച് കൂടിയാണ് കാവ്യ സംസാരിച്ചത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആളല്ല ഞാൻ. എനിക്കെപ്പോഴും ആരെങ്കിലുമൊക്കെ വേണം കൂടെ യാത്ര ചെയ്യാൻ. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ള ധൈര്യമില്ലാത്തതാണ് കാരണം. ചെന്നൈയിൽ നിന്നും കേരളത്തിലേക്കും നേരെ തിരിച്ച് ചെന്നൈയിലേക്കുമൊക്കെ പോകേണ്ടി വന്നു. ഒരുപാട് യാത്രകൾ. ചിലപ്പോൾ ഒറ്റയ്ക്ക് വരേണ്ടി വരും, മറ്റു ചിലപ്പോൾ മോളുടെ കൂടെ ആയിരിക്കും എന്നൊക്കെയാണ് പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. അതോടെയാണ് കാവ്യയുടെ വാക്കിനെക്കുറിച്ചും ചർച്ചകൾ നടന്നത്. അതേസമയം ഞങ്ങൾ രണ്ടുപേരെന്ന കാവ്യ വിവാഹ ദിവസം പറഞ്ഞപ്പോൾ ദിലീപ് അവരെ തിരുത്തിയതും അത് പറഞ്ഞ വാക്ക് കാവ്യ പാലിക്കുന്നില്ലെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജനപ്രിയ നായകൻ ഇപ്പോൾ എവിടെ പോയാലും കാവ്യയെ ചേർത്ത് പിടിക്കുന്നത് കാണാം. വേദിയിൽ നിന്നും ഇറങ്ങുന്ന കാവ്യയെ ശ്രദ്ധയോടെ പിടിച്ചിറക്കുന്നതും ഭാര്യയുടെ തമാശ കഥകൾ കേട്ട് പൊട്ടിച്ചിരിക്കുന്നതുമൊക്കെയാണ് ഇപ്പോൾ സൈബർ ഇടത്തിലെ സിനിമാ പ്രേമികളുടെ സംസാരം.